നാം ഏറെ സ്നേഹിച്ചവരിൽ നിന്ന് വ്യർത്ഥമായ കുറ്റാരോപണങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മെ വളരെ വേദനിപ്പിക്കുവാനിടയായിത്തീരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ വ്യർത്ഥമായ കുറ്റം ആരോപിക്കപ്പെടുക മാത്രമായിരുന്നില്ല, പകരം ക്രൂശിക്കപ്പെടുമ്പോൾ തൻ്റെ തലയ്ക്ക് മീതെ ആ വ്യർത്ഥമായ കുറ്റത്തെ 3 വ്യത്യസ്ത ഭാഷകളിലാണ് രേഖപ്പെടുത്തിയത്. മതത്തിൻ്റെ ഭാഷയായ എബ്രായ ഭാഷയിലും, നിയമത്തിൻ്റെ ഭാഷയായ റോമൻ ഭാഷയിലും, തത്വശാസ്ത്രത്തിൻ്റെ ഭാഷയായ ഗ്രീക്ക് ഭാഷയിലും ആ കുറ്റത്തെ രേഖപ്പെടുത്തി വച്ചു. കർത്താവായ യേശു ക്രിസ്തു മതത്തിൻ്റെയോ നിയമത്തിൻ്റെയോ തത്വശാസ്ത്രത്തിൻ്റെയോ ചട്ടക്കൂടുകൾക്കകത്ത് ഒതുങ്ങുന്ന ഒരു വ്യക്തിത്വമല്ല. പകരം തൻ്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാനത്തിൽ താൻ തൻ്റെ ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും തൻ്റെ സന്ദേശം ലോകത്തോട് വെളിപ്പെടുത്തിയത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ്. ആ ഭാഷ ക്രൂശിൽ മുഴുവനും നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ടാണ് മരണവേദനയിലായിരിക്കുമ്പോഴും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും പോറ്റിപ്പുലർത്തുവാനും യേശുവിന് കഴിഞ്ഞത്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മതമോ നിയമമോ തത്വശാസ്ത്രമോ നമ്മളുടെ കണ്ണുകളെ കുരുടാക്കുവാനിടയായിത്തീരരുത്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുകയും അത് നമ്മിൽ നിന്ന് പുറത്തേക്ക് പോകുവാനും ഇടയായിത്തീരട്ടെ. ക്രിസ്തുവിൻ്റെ ഭാവം ധരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും തൻ്റെ സ്നേഹത്താൽ നമ്മെ പൊതിയുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.